ജി സുധാകരനാണ് ഇന്നത്തെ വാർത്താ ബിന്ദു. ജി സുധാകരന്റെ വാർത്താ സമ്മേളനം. ഞാൻ പറയാത്ത കാര്യങ്ങളും പലരും കൊടുത്തു. ഞാൻ അറിയാത്ത കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു മാധ്യമത്തോടും ഞാൻ മത്സരിക്കുന്നുവെന്ന് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോടും ഞാൻ മത്സരിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ്. പക്ഷെ ഞാൻ കോൺഗ്രസ് നേതാക്കളുമായി നേരത്തെ സംസാരിച്ചെല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രചരണം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നു. എൻ്റെ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ദേശാഭിമാനിയോട് ചെല്ലൽ കൊടുത്തിരിക്കുക. ദേശാഭിമാനി പിന്നെ എൻ്റെ വാർത്തകൾ പൊതുവെ കൊടുക്കാറില്ല. ഇത് മാത്രമല്ല, ഇതിന് ഒട്ടും കൊടുക്കില്ല, ഒന്നും കൊടുക്കാറില്ല. എൻ്റെ വാർത്തകൾ വളരെ കഷ്ടപ്പെട്ടു നമ്മൾ നിർമ്മിച്ച പെരുമ്പളം പാലത്തെ പറ്റി 5 വാർഡുകൾ കൊണ്ട് ദേശാഭിമാനി വന്നു. ഒരിക്കൽ പോലും ഈ ജി സുധാകരൻ മരാമത്ത് മന്ത്രിയായിട്ട് ആവിഷ്കരിച്ചതെന്ന് അവർ പറയാൻ തയ്യാറായിട്ടില്ല. നേരത്തെ അറിയാനാണ്. അതൊന്നും ആ റിപ്പോർട്ടർമാർ പാലിക്കത്തില്ല. പത്രാധിപർ പറഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരാൾ അവരുള്ളൂ. അവർ സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുറേ കാലമായിട്ട് അതിൻ്റെ കാരണം. അപ്പോൾ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ പാർട്ടി നേതാക്കൾ ദൗത്യവുമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം. ഒരു ദൗത്യവുമായി ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. MA ബേബി എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംസാരിച്ചത്. അതിനുമുമ്പ് സംസാരിച്ചിട്ട് ഇന്നലെയാണ് സംസാരിച്ചത്. ഇവിടെ അദ്ദേഹം ഭാര്യ ഇവിടെ വന്ന് ഊണം കഴിച്ചിട്ട് പോയി. എന്നാലും ഞങ്ങളിതൊന്നും സംസാരിച്ചില്ല. എന്നാലും ടെലിഫോണിൽ സംസാരിച്ചിട്ട് എനിക്കില്ല. അത് കഴിഞ്ഞാണ് നാസറുടെ നേതൃത്വം സുജാത അടക്കം അവരൊരു 10 12 സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചന്ദ്രബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും വന്നത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പായിരിക്കണം സുജാതയും ഹരിശങ്കറും വന്നു. സുജാത എൻ്റെ ബന്ധുവാണ്. ഹരിശങ്കർ എൻ്റെ അനിതരോടെ ഭർത്താവാണ്. അവർ രണ്ടും കൂടെ വന്നിരുന്നു. ഹരിശങ്കർ ഒന്നും സംസാരിച്ചില്ല. സുജാത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു പോവുകയും ചെയ്തു. വേറെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്രചരണങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു ദൗത്യവുമായി ആരും വന്നിട്ടില്ല. ദൗത്യവുമായി വരേണ്ടതായ സാഹചര്യങ്ങളില്ല. ഞാൻ നേരത്തെ തന്നെ അറിയിച്ചു 53 വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. പാർട്ടി മെമ്പറായതാണ് 15ാമത്തെ വയസ്സ്. അതിൻ്റെ കാരണം സ്കൂളിൽ പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, അക്ഷരശ്ലോകം, ഇതൊക്കെ ഞാൻ 1ാം സ്ഥാനം. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബ്ലോക്കല്ല, NES ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പിന്നീട് മത്സരം അവിടെയൊക്കെ ഇത് തന്നെ ആവർത്തിച്ച് ജയിച്ചു. പിന്നെ ജില്ലാ കലോത്സവം, സ്റ്റേറ്റ് കലോത്സവം ഒന്നും സ്കൂളിലില്ല. അവിടെയും പ്രസംഗം, ഉപന്യാസം, അക്ഷരശ്ലോകം. സ്പോർട്സിലൊന്നും ഞാൻ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വിജയിച്ചതുകൊണ്ട് പ്രദേശത്തുള്ള പാർട്ടി സഹകൾ, പ്രാദേശിക സഹകൾ എന്നെ പാർട്ടിയിലൊക്കെ കയറുന്നു. 18 വയസ്സായത് ചേരാൻ പറ്റും. പക്ഷെ ഭരണഘടന പക്ഷേ എൻ്റെ 15 വയസ്സായപ്പോഴേക്കും വേറൊരു പാർട്ടിയിൽ പോകാതിരിക്കാൻ വേണ്ടി ചേരാൻ. പിന്നെ 12 സ്കൂളിൽ പഠിക്കാൻ പോയി. മെമ്പർഷിപ്പൊക്കെ തുടർന്നു. പിന്നെ SM കോളേജ് 67 പഠിക്കാൻ പോയപ്പോഴാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം, ഭൂതസഭയ പ്രവർത്തനം 67 തുടങ്ങിയതാണ്. ഈ സ്റ്റേറ്റ് കമ്മിറ്റിയൊന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയാണ്. 2002 വരെയുള്ള കാലത്ത് ഞാൻ പൂർണ്ണസമയ പ്രവർത്തകനാണ്. ഇപ്പോൾ പൂർണ്ണസമയ പ്രവർത്തകനല്ല. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ. ഈ വസ്തുതകൾ ചരിത്രപരമായി കൂട്ടി വായിക്കുന്നതിന് പകരം ചില വസ്തുതകൾ പറയുകയും ചിലത് പറയാതിരിക്കുകയും ചെയ്യുന്നു.
ആ രീതി കൊണ്ട് കുറേ പേരൊക്കെ തെറ്റായ ധാരണകളിലെത്തും. പക്ഷെ അറിയാവുന്നവർക്കാർക്കും ആ ധാരണ തെറ്റായ ധാരണ ഉണ്ടാവില്ല. ആരും നിർബന്ധിച്ചല്ല പാർട്ടി ചേർത്തത്. ഈ തരത്തിൽ സ്കൂളിൽ പ്രോമിനൻ്റ് ആയതുകൊണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോമിനൻ്റ് ആയതുകൊണ്ട്, ശരിച്ച് ഈ ഇൻ്റലക്ച്വൽ വിഭാഗത്തിൽ പുസ്തകവും വിന്യാസമൊക്കെയാണ്. കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു പള്ളിയുള്ള ഹൈസ്കൂളിൽ, മാമ്പഴ ഹൈസ്കൂളിൽ. അവരെല്ലാം കൂടി എന്നെ ചേർത്തതാണ്. അപ്പോൾ ആര് നിർബന്ധിച്ചല്ല പാർട്ടി ചേർന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ചയായി കാണുമായിരിക്കണം. ഈ മെമ്പർഷിപ്പ് സ്കൂട്ടറി, എല്ലാ ബ്രാഞ്ചിൻ്റെ സ്കൂട്ടറി നടന്നു. ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തു. ആരും നിർബന്ധിച്ചിട്ടെല്ലാം കൊടുക്കാതിരിക്കും.